ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എടുത്തൊരു വീഡിയോ ആണ്. ഉണ്ണി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പുറത്തൊക്കെ പോകണം. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ അഞ്ജന സുധീഷ് എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറിന് ചാലശ്ശേരി ഉള്ളതാണ്. ആൾക്കൊരു ഹായ് പറയാം കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ മറന്നു പോയതുകൊണ്ട് നേരത്തെ കൂട്ടി പറയുകയാണ്. നമ്മളത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അഞ്ജന ഹായ്. അപ്പം ഞാൻ ഇത് പുതിയൊരു വർക്ക് കിട്ടിയതാണ്. മലപ്പുറത്തേക്കാണ്. നമുക്ക് കഴിഞ്ഞ വർക്ക് കിട്ടിയല്ലോ, അവരുടെ തന്നെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ. അത് മലപ്പുറത്തേക്ക് തന്നെയാണ്, അവരുടെ നെയ്ബറിന് കേട്ടോ ആയിട്ട് അവർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. രാവിലെ നേരത്തെ കൂട്ടി ചെയ്യാം കേട്ടോ. ഇന്ന് ഓർഡർ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുലർച്ചെ ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. അങ്ങനെ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ആൻ വെച്ചിട്ട് ഏട്ടനാണെങ്കിൽ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾക്ക് അവർ തന്ന റെഫറൻസ് തന്നത് അതാണ്. അതിൻ്റെ തന്നെ മെറൂൺ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ഞെറിവൊക്കെ കുട്ടികൾ ഇട്ട് നടക്കുമ്പോൾ ഒക്കെ കുറച്ച് തന്നെ കാണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ തന്നെ ഉള്ളിലേക്കൊക്കെ പോവും. ആ ഫ്ലവർ അടിയിൽ വരുന്ന ഫ്ലവർ കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നെറ്റ് ഇതിന് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കുറച്ചധികം നെറ്റൊക്കെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. നല്ല രീതിക്ക് ഇങ്ങനെ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതിൽ നിൽക്കുന്ന ഒരു തരം ഫ്രോക്കാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ബർത്ത്ഡേ എന്നല്ല അല്ലാതുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നല്ല, നിങ്ങൾ അയച്ചു തരുന്ന മോഡൽസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പറയുന്ന മോഡലിനനുസരിച്ച് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെയാണ് നമ്മളിങ്ങനെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി സബ്സ്ക്രൈബേഴ്സിനെ അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു ക്ലിപ്പ് നമ്മൾ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളങ്ങനെ ചെയ്യും കേട്ടോ. ഒരു ഗിഫ്റ്റ് പോലെ നമ്മളൊരു ക്ലിപ്പും കൂടി ചെയ്യും. അങ്ങനെ അപ്പോൾ അത് ഉണ്ണി രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്ന് ഏട്ടന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അയക്കാനൊക്കെ ഞാൻ തന്നെയാണ് പോണത്. ഏട്ടന് വർക്കുള്ള കാരണം ബസ്സിന് പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയക്കാമെന്ന് വിചാരിക്കുന്നത്, സ്പീഡ് പോസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് അടുത്താണ് പരിപാടി വരാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ക്ലിപ്പൊക്കെ ഇങ്ങനെ ഒരു പാക്കറ്റൊക്കെ ആക്കിയിട്ട്, ഞാൻ എന്തെങ്കിലും ഒരു കവറിൽ തന്നെയാണ് വയ്ക്കാറ്. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്രാവശ്യം ഞാനിങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ, മാല എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതിൻ്റെ ഒരു കവറാണ്. അപ്പോൾ അത് ഞാൻ സൈഡ് ഉരുക്കിയിട്ടൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിലൊരു സൈഡ് വിഡൊക്കെ ചെയ്തു. അങ്ങനെ ഇതാണ് സോൾഡറിങ് ആൻഡ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് പുതിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി എപ്പോഴും യൂസുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയതാട്ടോ. ഇത് ബീഡ് പഞ്ചിങ് മെഷീനാണ്. പിന്നെ നമുക്ക് വെച്ച ബീഡൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ അത് ചെയ്യാനൊക്കെ. അതിന് പറ്റിയിട്ട് ഹോളില്ലാത്ത ബീഡാണ് ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് കിട്ടും കേട്ടോ. അതാണ് ആ ബീഡ്. അതിന് ഹോൾ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സാധനം, അത് ആ മെഷീൻ്റെ താഴെ ഇട്ട് കൊടുക്കുക, മേലെ ബീഡ് ഇട്ട് കൊടുക്കുക, പ്രസ് ചെയ്യുക. നമ്മൾ നല്ല എളുപ്പം, നല്ല സുഖമാണ് ചെയ്യാനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഫ്ലവർ മറ്റേ സോൾഡറിങ് വെച്ചിട്ട് ഫ്ലവർ കട്ട് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണ കാരണം നമുക്കങ്ങനെ അറിയാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ അവരുടെ ഓർഡറൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല രീതിക്ക് കുരങ്ങന്മാരൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഉണ്ണീനൊക്കെ നിൽക്കുകയാണ്, ഉണ്ണീനെ കാണിച്ചു കൊടുത്തിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ അവരെ നമ്മൾ അങ്ങനൊന്നും ഇതാക്കാതിരിക്കുമ്പോൾ അവർ നമ്മളടുത്ത് അങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരില്ല. അപ്പോൾ അവർ ചെയ്യണ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ഇങ്ങനെ കഴിക്കാനും ഒന്നും ഇല്ലാത്ത കാരണം അവർ ഇലകളൊക്കെ പറിച്ചിട്ടാണ് കഴിക്കുന്നത്. ഈ എന്താ പറയുക, തളിരിലകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പൊട്ടിച്ചിട്ട് ആണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്കും ഒന്നും കഴിക്കാനും കാര്യങ്ങളൊന്നും അധികമൊന്നും കിട്ടാത്ത കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇലകളൊക്കെ തന്നെയാണ് തിന്നണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അധിക നേരമൊന്നും ഞാൻ അധികം ഇല്ല കേട്ടോ. അധികമൊന്നും വന്നിട്ടില്ല. അതിനേക്കാളും നല്ല രീതിക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറവ് തന്നെ വന്നിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഉണ്ണിക്ക് വേഗം കഴിക്കാനൊക്കെ കൊടുത്ത് ഞാനും കുളിച്ച് ഉണ്ണീനെയും കുളിപ്പിച്ചിട്ടൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉണ്ണി എന്തോ ഒരു വാശി പിടിച്ച് നിൽക്കുക കേട്ടോ. ഒന്നുമല്ല, പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ കറക്റ്റ് ടൈമിന് ഇറങ്ങിയ മതിയിൽ വെച്ചിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ സമ്മതിക്കലില്ല.
അപ്പോൾ അതൊക്കെ നടക്കാച്ചിട്ട് ഒരു ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് മുന്നൊക്കെ 5 മിനിറ്റ് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് മുന്നെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അവൾ തീരെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ നടത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ സമ്മതിക്കുന്നില്ല. എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കട്ടെ. അപ്പോൾ എങ്ങോട്ട് പോകുമ്പോൾ നടക്കൊന്നുമില്ല, എടുക്കന്നെ വേണം. വീട്ടിൽ എടുക്കാൻ കിട്ടില്ല ആളെന്നെ, ഫുൾ ഓട്ടവും ഇതൊക്കെയാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു വാശിയാണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചെന്ന് പതുക്കെ നടന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളും, നേരത്തെ ഇറങ്ങിയെന്ന് വിചാരിച്ചു. അപ്പോൾ നടക്കാനും സമ്മതിക്കില്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എത്തി കേട്ടോ. പിന്നെ ബസ് സ്റ്റോപ്പിൽ കുറച്ചൊന്ന് നിൽക്കേണ്ടി വന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ബസ്സിൽ പോകാൻ വേണ്ടി തിരക്ക് കൂട്ടുതന്നെ കേട്ടോ. ഭയങ്കര തിരക്കാണ്, എങ്ങോട്ടും വേഗം എത്തണം. എന്നിട്ട് ബസ് വന്നു. പിന്നെ ബസ്സിൽ വന്നാൽ പിന്നെ സീറ്റിൽ ഇരിക്കണം, അതാണ് അടുത്ത വാശി. സീറ്റ് വേണം. അപ്പോൾ ബസ്സിൽ വെച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തിരിക്കാൻ വേറെ ആൾ വന്നപ്പോൾ അവർക്ക് നേരം പോലെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഇവൾ ഇരിക്കണ കാരണം. അപ്പോൾ ഇവൾ മടിയിൽ ഇരിക്കണില്ല. അപ്പോൾ അവർ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ട് അതൊക്കെ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഇങ്ങനെ വാശി പിടിക്കണ്ടോ, എന്തൊക്കെയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങി കൊടുത്തു കേട്ടോ, മിഠായി വാങ്ങി കൊടുത്തു. അല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വാശി കേട്ടോ. ബസ് സ്റ്റോപ്പിലൊക്കെ കരയായിരുന്നു. നമുക്ക് ബസ് വരാനും ഇനി സമയമുണ്ട് കേട്ടോ. അപ്പോൾ സമ്മതിക്കണമെന്നില്ല. എന്നിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയൊരു 11:30 ബസ്സിനാട്ടോ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. 10:20 ബസ്സിനാണ് അങ്ങോട്ട് പോയത്. ഇത് അയക്കാൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ആദ്യം കുറുക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് ഈ സമയത്തൊക്കെ തന്നെ കൊടുക്കാറ് കേട്ടോ. ഒരു 11 മണി സമയത്താണ് കൊടുക്കാറ്. അപ്പം ഇന്നൊരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. വന്ന ഉടനെ അവളെ അവിടെ ഇരുത്തിയിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കളിക്കുകയാണ്. അയ്യോ എന്തിനാ ഉണ്ണി വീഴ്ത്തിട്ടോ? അത് കേടുവല്ലേ? വീഴ്ത്തിടട്ടോ പൂച്ചേനെ. എന്താ ഉണ്ണി പറയണ്? അമ്മല്ലേ എടുത്തന്ന് പൂച്ചക്ക് താങ്ക് യു പറയണ്? അമ്മല്ലേ അതൊക്കെ എടുത്തന്ന്? ഏ ഏ ഏ നിക്ക. എന്തിനു മാവ അതൊക്കെ വലിച്ചെറിയണ്? അവിടെ ഇരുന്നോട്ടെ. കളിച്ചു ഈ അവിടെ ഇരുന്നിട്ടേ. കുട്ടിക്ക് കളിച്ചോ? നമുക്ക് ഉടുപ്പ് മാറ്റി തരാം. ഉടുപ്പ് മാറ്റി തരാവാ. ഉടുപ്പ് മാറ്റണ്ടേ? ഊരി തരാം കേട്ടോ. ആ ഊര്. 21-ാം തീയതി ഇവിടെ വിളക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അമ്മയ്ക്ക് ഉണ്ട്, അമ്മയും സൂര്യയും പിന്നെ അടുത്ത വീട്ടിലുള്ളവരുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കൂടിയിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ വന്ന് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മയില്ല. വീഡിയോ വെറുതെ ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോഴൊക്കെ ഓർമ്മ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് ഉണ്ണി വന്നിട്ട് കിടന്നുറങ്ങിയിട്ട് ഉറക്കമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് അപ്പമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വെയിറ്റൊക്കെ കൂടാൻ നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുത്താൽ അവൾ കഴിക്കില്ല. അപ്പോൾ അത് കിണ്ണത്തപ്പം പോലെയൊക്കെ ഈ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് അപ്പോൾ കുറച്ച് ശർക്കരയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ എന്നും അടുപ്പിച്ച് കൊടുത്താൽ അതും മടുക്കുമല്ലോ വിചാരിച്ചിട്ട് വെറൈറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയി ഒന്ന് റോഡിൽ കൂടെ നടക്കാൻ ഇറങ്ങും.
റോഡിലേക്ക് ഇറങ്ങണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ആടുകൾ ഇവിടെ മേയാനൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോൾ അത് കാണാം. പിന്നെ ഇടയ്ക്ക് മയിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ അവൾക്ക് റോട്ടിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കാനാണ് കേട്ടോ മെയിനായിട്ട് പോണത്. വൈകുന്നേരം ആവാറായപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ കുറച്ച് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഇതാ പ്ലം കേക്ക് മുറിക്കുന്നത് അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഇപ്പം കേക്ക് മുറിക്കുന്ന ആൾ ഉണ്ണിയാണല്ലോ. അപ്പോൾ ഉണ്ണീനെ വിളിക്കുകയാണ്. ഉണ്ണിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കുക. പിന്നെ ഇങ്ങനത്തെ കേക്കായി കാരണം അവൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അത് തന്നെയാണ് അങ്ങോട്ട് വലിയ മൈൻഡില്ലാതെ ഓടിയത്. അതല്ല, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അപ്പൂപ്പാന്ന്. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ കേക്കൊക്കെ ഉണ്ണി കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറിയിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ ഏട്ടൻ ചെറുതുർത്തിക്ക് പോകാമെന്ന് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമ്പോഴേക്ക് റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും വന്നിട്ട് കണ്ടില്ല വെച്ചിട്ട് ഞാൻ വേഗം പോണ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ തന്നെ ഇട്ട് ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണീനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ മാത്രം ചെറുതുർത്തിക്ക് വന്നു കേട്ടോ. നമ്മൾ ക്രിസ്മസിനുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് സാധനം ഇതൊന്നും വാങ്ങാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും മാത്രമുള്ള സാധനം വാങ്ങിക്കാനാണ് മെയിനായിട്ട് വന്നത്. അപ്പം നമ്മുടെ അടുത്ത് മുന്നേ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കൊല്ലത്തിൽ മേടിച്ച സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മതി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതും വാങ്ങിക്കാൻ വിചാരിച്ചിട്ടോ. മറ്റേ സാധനം കുറച്ച് തന്നെ ഉള്ളൂ, പണ്ടത്തെയാണ്, അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ വിചാരിച്ചു. നമുക്കിനി അടുത്ത അങ്ങനെ വാങ്ങുമ്പോൾ പിന്നെ ഇനിയുള്ള കൊല്ലങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യം അങ്ങനെ വരില്ല. ഈ സാധനങ്ങൾ അതേപോലെ ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വെക്കുമ്പോൾ കേട്ടോ. ജോലിത് ഇങ്ങനെ പരിപാടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സ്റ്റുഡിയോയിലും കൂടി ഒന്ന് നിൽക്കേണ്ടി വന്നു. കാരണം അവർ ഈ ഫോട്ടോ പിറന്നാളിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അന്ന് അവർക്ക് തിരക്ക് കാരണം തരാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നിൽക്കാൻ പറഞ്ഞു. ആ കടയിലേക്കാട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവർ പറഞ്ഞു നിൽക്കത് ഇപ്പം തന്നെ കയ്യോടെ കൊണ്ടേക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് നിൽക്കേണ്ടി വന്നു കേട്ടോ. നേട്ടം പറഞ്ഞു അന്ന് അത് കയ്യോടെ വാങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങാനാണ് ഞങ്ങൾ വന്നത്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. ട്രീ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉള്ളതിന് നല്ല റേറ്റ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാച്ചാൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രീ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് പിന്നെ കുറച്ച് വടിയൊക്കെ വെച്ചിട്ട് ഈ സാധനം ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ കട്ടി കൂടി നോക്കി. അപ്പോൾ അതിന് 70 റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ റേറ്റ് കുറവിൻ്റെ ഇട്ടാണ് വാങ്ങിയത്. അങ്ങനെ പിന്നെ ഇതാ പുൽക്കൂടൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങി വേഗം വന്നു. അപ്പോൾ വേഗം ഒന്നുമല്ല, കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോഴേക്ക് ഉണ്ണീനെ അമ്മ മേലൊക്കെ കഴുകി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. സൂര്യയൊക്കെ അടുത്ത കൂട്ടുകാരെ കൂടെ പോയി. അച്ഛനും ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് വീടൊക്കെ പൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മൊത്തം കളിപ്പാട്ടങ്ങളായിരുന്നു. അപ്പോൾ ചെന്നുടനെ ഉണ്ണിയുടെ കണ്ണ് മൊത്തം അതിലാട്ടോ. ഞാൻ പറഞ്ഞില്ലല്ലോ വിളക്ക് കാണാനാണ് കേട്ടോ ഇപ്പോൾ പോണത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പിന്നെ വേഗം മേലൊക്കെ കഴുകിയിട്ട് പോരുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വിളക്ക് കാണാനാണ് കേട്ടോ അപ്പോൾ പോണത്. പിന്നെ കൂടുതലാവില്ല. ക്ലിയർ കുറവുണ്ടോ?
അങ്ങനെ ദീപാരാധനയൊക്കെ അവിടെ നടക്കുന്നുണ്ടോ. പക്ഷെ ഉണ്ണി അവിടെ നിൽക്കാനേ സമ്മതിക്കുന്നില്ല. ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കട്ടോ, എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നിവർത്തിയില്ല, ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ണിക്ക് ഒന്നും പറ്റണില്ല കേട്ടോ. ലാസ്റ്റ് ഇത് പറഞ്ഞ ഈ ബബ്ലിൻ്റെ സാധനം കാണിച്ചു കൊടുത്തപ്പോൾ അത് മതി പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് മൊത്തം ഉണ്ണിയല്ല കേട്ടോ കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതുപോലെ ഉണ്ണിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം പിന്നെ അങ്ങനെ അവൾക്ക് കുറച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല തണുപ്പല്ലേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ചാണ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ തന്നെ കഴിച്ചത്.
അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കയറാനൊന്നും നിൽക്കാണ്ട് ഇത് കളിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ പുറത്ത് മഞ്ഞില്ല, അകത്താകുമ്പോൾ ഇതിൻ്റെ പതയൊക്കെ വീണ് കഴിഞ്ഞാൽ വഴുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കളിക്കാൻ പറഞ്ഞിരിക്കുക കേട്ടോ. തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തൊപ്പിയൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പുറത്ത് പോകുമ്പോൾ ഇടും, അല്ല വീട്ടിലൊക്കെ ഇങ്ങനെ ഇടാൻ പറഞ്ഞാൽ മടിയാട്ടോ. അപ്പോൾ അതൊന്നും ഈ ഒരു സാധനം കളിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സമ്മതിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് അപ്പം തന്നെ തീർത്തു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ അത് അത്ര വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അവിടുന്ന് വർക്ക് ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ പിന്നെ ഇതിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. നമുക്കിത് കല്യാണത്തിന് കിട്ടിയ ഫ്രെയിമാണ്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് പിറന്നാളിന് ഇത് ചെയ്തിട്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അപ്പോൾ പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയപ്പോൾ ചെയ്യണം. അപ്പോൾ ഏട്ടൻ ഇത് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് ചെയ്യുന്ന കണ്ടിട്ട് അവളും അതുപോലെ വേണം പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ചെയ്യാണ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഉണ്ടോ, ഞാൻ ഉണ്ണി ഇത് ചെയ്യാൻ പഠിച്ചു കേട്ടോ. നമുക്ക് കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ രാവിലെ അവൾ ചെയ്തു കേട്ടോ. ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.